Good evening to all. So ഇനി നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ മൊഡ്യൂളിന്റെ പേര് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻസ്, വേവ് ഗൈഡ്സ്, ക്യാവിറ്റി റെസൊണേറ്റേഴ്സ് എന്ന് പറയും. സോഫാർ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞ ഒരു 2 ചാപ്റ്ററിലായിട്ട് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരുന്നു ബേസിക്കലി. സോ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ അഡ്രസ് ചെയ്തു. മാക്സ്വെൽ ഇക്വേഷൻ്റെ ഡിഫറെൻ്റ് ഒരു ഫോർമുലേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ മനസ്സിലാക്കി അതിനെ ഒരു വേവ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബേസിക്കലി ഏതൊരു ഫീൽഡിനും ഇലക്ട്രിക് ആവട്ടെ മാഗ്നറ്റിക് ഫീൽഡ് ആവട്ടെ ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നിട്ടുണ്ട്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞു. ആ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് ഈ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു. അതായത് ഈ പെർപെൻഡിക്കുലർ ടു ബി ആൻഡ് ബോത്ത് ആർ ട്രാൻസ്വേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഡിസ്കഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ മനസ്സിലാക്കി പോളറൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡിഫറെൻറ്റ് ബൗണ്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അനുസരിച്ച് നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ ഒബ്ലിക് ഇൻസിഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഫിനോമിനാസ്, റിഫ്ലക്റ്റഡ് വേവ്, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലെയിൻ കണ്ടക്റ്റിംഗ് ബൗണ്ടറി, പ്ലെയിൻ ഡൈലക്ട്രിക് ബൗണ്ടറി. സോ ഈ ഡിഫറെൻറ്റ് കേസിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ വേവിൻ്റെ ബിഹേവിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആ ഡിസ്കഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു പെർട്ടിക്കുലർ ഇതിൽ ബൗണ്ടഡ് ആയിരുന്നില്ല. നമ്മളൊരു ബൗണ്ടറി വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മളൊരു പെർട്ടിക്കുലർ പാത്തിൽ നമ്മൾ കൺഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു ആ ഡിസ്കഷനിൽ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബറിൽ നമുക്ക് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കൺഫൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കഷൻ പറഞ്ഞു. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ കൺഫൈൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ അതിന് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോഴ്സ് പോയിന്റ് നിന്ന് ഒരു റിസീവർ പോയിന്റിലേക്ക് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വേവ് ഗൈഡ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി റെസൊണേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കൊരു എന്ത് ചെയ്യും ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ നമുക്ക് സാധ്യമാകുന്നതാണ് ട്രാൻസ്മിഷൻ ലൈൻസ്, വേവ് ഗൈഡ്സ്, ക്യാവിറ്റി റെസൊണേറ്റേഴ്സ് എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത്. സോ ഇതുവരെ നമ്മൾ ഒരു ഡിസ്കഷൻ്റെ കേസിൽ നമ്മളൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ആയിരുന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ മെയിനായിട്ട് ഒരു ഗൈഡഡ് വേവ് എന്നാ പറയാം. ഗൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവിനെ നമ്മൾ പെർട്ടിക്കുലർ എന്താണ് ഒരു ട്രാൻസ്മിഷൻ ലൈൻസിലോ ഒരു വേവ് ഗൈഡ്സിലോ ഒരു ക്യാവിറ്റി റെസൊണൻസിലോ നമ്മൾ എന്ത് ചെയ്യും കൺഫൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു എനർജി. ഓക്കെ, സോ ഇവിടെ സോഴ്സ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് ഒരു സോഴ്സ് എനർജിയാണ്. സോഴ്സ് എനർജി വിൽ ബി ഡയറക്റ്റഡ് ഓർ ഗൈഡഡ് എന്ന് പറയുന്ന കേസായിരിക്കും. സോ ഈ ഒരു കേസിൻ്റെ ഡിസ്കഷൻ ഇത്തരത്തിലുണ്ടാവുന്ന കേസിൽ എങ്ങനെയാണ് എനർജിയാണ് സോഴ്സ് എനർജി ഡയറക്റ്റഡ് ഓർ ഗൈഡഡ് കേസസ് എങ്ങനെയാണ് നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നമുക്ക് പോസിബിൾ ആവും, എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് പവർ നമുക്ക് എന്ത് ചെയ്യായിരിക്കും ഈ ഒരു കേസിൽ സാധ്യമാകും. ഓക്കെ, so for an efficient transmission we need the energy must be directed or guided. Okay, so നമുക്കറിയാം E will be perpendicular to H and both are transverse to the direction of propagation or K. Okay, transverse to the direction of propagation along the guiding line എന്ന് പറയുന്ന നമുക്കറിയാം. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൈഡഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിന് 3 ഉദാഹരണങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ്. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കഷൻ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈൻസിനെ കുറിച്ചാണ്. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഒന്ന് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ, ദെൻ 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ, ദെൻ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ഒരു
പാരലൽ ടൈപ്പ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ രണ്ട് പാരലൽ പ്ലേറ്റ് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഓക്കെ ഒരു പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ കണ്ടക്ടിങ് ലൈൻസ് ആണ് നമ്മൾ ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്നത് സോ നോർമലി ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് മൈക്രോവേവ് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതിന് ഒരു ഉദാഹരണമാണ് നമ്മളെ പ്രിന്റഡ് സർക്യൂട്ട് ടെക്നോളജി ഒക്കെ പറഞ്ഞത് പ്രിന്റഡ് സർക്യൂട്ട് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡൈലക്ട്രിക് സബ്സ്ട്രേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പാരലൽ പ്ലേറ്റ് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഇതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്ട്രിപ്പ് ലൈൻസ് എന്ന് പറയാം സ്ട്രിപ്പ് ലൈൻസ് സോ ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് കണ്ടക്ടിങ് ഫോമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈൻസിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രിപ്പ് ലൈൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് ഇതിനെ പറയാം ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ രണ്ട് പാരലൽ കണ്ടക്ടിങ് വയേഴ്സ് ആണ് ഓക്കെ പാരലൽ കണ്ടക്ടിങ് വയേഴ്സ് ഉണ്ടാവും ഓക്കെ സോ ഒരു പെയർ ഓഫ് എന്തെയും പാരലൽ കണ്ടക്ടിങ് വയർ സെപ്പറേറ്റഡ് ബൈ എ യൂണിഫോം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം ടു വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളെ നോർമൽ കേസിലെ ലൈൻ എന്നൊക്കെ പറയുന്നത് ഓവർഹെഡ് പവർ ലൈൻസ് ഒക്കെ ഇല്ലേ അല്ലെങ്കിൽ ടെലിഫോൺസിന്റെ ഒക്കെ ലൈൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ടെലിഫോൺസിന്റെ ലൈന് അതുപോലെ ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ട്രാൻസ്മിഷൻ ലൈൻ ഉദാഹരണമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസ് ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ആന്റിന ഉണ്ടായിരുന്നു പണ്ടൊരു ആന്റിന എന്ന് പറയുന്ന ഫോം ഉണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് ലൈൻസ് ഈ രീതിയിലുള്ള ആന്റിന ചിലപ്പോൾ നിങ്ങൾ പണ്ട് ദൂരദർശനമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും സോ ഈ ഒരു രീതിയിലുള്ള ആന്റിനയുടെ ഫോം എന്ന് പറയുന്നതും ഈ ഒരു പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ പാരലൽ കണ്ടക്ടിങ് വയേഴ്സിന് ഉദാഹരണമാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ നമുക്കൊരു ഇന്നർ കണ്ടക്ടർ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കോയാക്സിയൽ ഔട്ടർ കണ്ടക്ടിങ് ഷീറ്റ് ഉണ്ടാവും ദിസ് ഇസ് എൻ ഇന്നർ കണ്ടക്ടർ then a coaxial inner conducting sheet ഉണ്ടാവും which is separated by a medium ഒരു dielectric medium ഉണ്ടാവും in between നമുക്ക് ഇവിടെ ഒരു dielectric medium ഉണ്ടാവും this is a conductor this is a coaxial conducting sheath okay so in between there is a dielectric medium ഇത്തരമുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഒരു കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും ഒരു എൻറ്റയർലി നമ്മളെ ഈ ഡൈലക്ട്രിക് റീജിയനിൽ നമുക്ക് കൺഫൈൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാം നോ സ്ട്രേ ഫീൽഡ് വിൽ ബി ജനറേറ്റഡ് ഫോർ എ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ ഓക്കെ സോ അതുപോലെ തന്നെ നമ്മൾ ടി വി കേബിൾസ് അതുപോലെ തന്നെ ടെലിഫോൺ കേബിൾസ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻപുട്ട് കേബിൾസ് ഹൈ ഫ്രീക്വൻസി പ്രിസിഷൻ മെഷർമെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാം ഇതുപോലെയുള്ള കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് ഓക്കെ ടെലിഫോൺസിൻ്റെ ഇതിൽ കേബിൾസിൽ ഓക്കെ ടെലിഫോൺസിൽ ടി വി കേബിൾസിൽ അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി മെഷർമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് നോർമലി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഓക്കെ സോ നോർമലി കേസിൽ നമുക്ക് TEM മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏതൊരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കടത്തി വിടാനുള്ള സാധിക്കുന്ന ഒരു ടൈപ്പാണ് ഇനി ഈ ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓരോ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും സോ ആ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് LCRന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അതായത് ഇൻഡക്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെയും ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സ്വെൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ഒരു LCRന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഒരു ഡിസ്കഷനിൽ നമുക്ക് വരാൻ പോകുന്ന ഡിസ്കഷനാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈം ഹാർമോണിക് സ്റ്റഡി സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് സ്മിത്ത് ചാർട്ട് എന്ന് പറയുന്നത് സ്മിത്ത് ചാർട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനില്ല
സ്മിത്ത് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഡിഫറെന്റ് ഇക്വേഷൻസ് അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനാണ് സ്മിത്ത് ചാർട്ട് എന്ന് പറയുന്നത്. വിച്ച് ആക്ച്വലി എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഓഫ് ടൈം ഹാർമോണിക് സ്റ്റഡി സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ്. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. എനിവേ, സോ നമ്മളൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണ് ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ്, അതിൽ തന്നെ പാരലൽ കണ്ടക്ടിങ് ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്, 2 വയർ ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പേർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ വൺ പോയിന്റ് ടു അതർ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെലിവർ ചെയ്യണം. സോ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസിനെ യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതർ മെത്തേഡ്സ് ആണ് വേവ് ഗൈഡ്സ്, ക്യാവിറ്റി റെസൊണേറ്റേഴ്സ് എന്നൊക്കെ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസ്കഷൻസിൽ നമ്മൾ ആ ഒരു ഭാഗം കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സോ ട്രാൻസ്മിഷൻ ലൈൻസ് ഇക്വേഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്ന കേസ്. നമുക്കൊരു പാരലൽ പ്ലേറ്റ് ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ നമുക്കൊരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് D ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് W ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ X ആക്സിസ് ആണ്, ഇത് അതിൻ്റെ Z ആക്സിസ് ആണ്, ദിസ് ഈസ് Y ആക്സിസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അലോങ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക്, ഞാൻ ജസ്റ്റ് അതിന് TEM വേവ് എന്ന് എഴുതുന്നു, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അലോങ് എ parallel plate transmission line. Okay, TEM along a parallel plate ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കണ്ടക്ടിങ് ട്രാൻസ്മിഷൻ ലൈനിലൂടെ കടന്നു പോകുന്ന TEM വേവിൻ്റെ ബിഹേവിയറും അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസും ആണ് നമുക്കറിയേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വൈ പോളറൈസ്ഡ് ആയിട്ടുള്ള TEM വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. വൈ പോളറൈസ്ഡ് ആയിട്ടുള്ള TEM വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. Bipolarized TEM wave. Okay, so we have a bipolarized TEM wave propagating along plus Z direction. Okay, which is propagating along plus Z direction. Okay, along a bipolarized transverse electromagnetic wave which is propagating along plus direction along through a parallel plate transmission line. So അതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ 2 പാരലൽ പ്ലേറ്റ് എന്ന് പറയുന്നത് D ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറയുന്നത് വിച്ച് സാറ്റിസ്ഫൈ ദ സോഴ്സ്ലെസ്. ഓക്കെ, ടൈം ഹാർമോണിക് ആയിട്ടുള്ള ടൈം ഹാർമോണിക് ഫീൽഡ് satisfy sourceless okay so ഒരു ടൈം ഹാർമോണിക് ഫീൽഡഡ് സോഴ്സ്ലെസ് ഡയലക്ട്രിക് റീജിയൻ എന്ന് പറയുന്നത് which give rise to a homogeneous ഹോമോജീനിയസ് ഹെൽമോൾട്സ് ഇക്വേഷൻ ആണ് നമുക്ക് നൽകുക. ഹെൽമോൾട്സ് ഇക്വേഷൻ ഒരു ടൈം ഹാർമോണിക്സ് ഫീൽഡ് എന്ന് പറയുന്ന സോഴ്സ്ലെസ് ഡയലക്ട്രിക് റീജിയനിലാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ഗീവ് റൈസ് ടു എന്താണ്, ഒരു സോഴ്സ്ലെസ്
ഹെൽമോൾട്ട്സ് ഇക്വേഷൻ കിട്ടും. ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽ സ്ക്വയർ ഇ പ്ലസ് കെ സ്ക്വയർ ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഴ്സ്ലെസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, which will be equal to, ഈ ഒരു കേസിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ബൈപോളറൈസ്ഡ് ആണ്. സോ വി ഹാവ് AY EY will be having, so which is equal to AY into E0 amplitude e raised to minus gamma z. നമ്മൾ ഗാമ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഇതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി അലോങ് എന്തായിരിക്കും? AX HX ഡയറക്ഷനിലായിരിക്കും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അലോങ് y ഡയറക്ഷൻ ആണ്, പ്ലസ് ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്കിൽ H എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, which is AX HX ആയിരിക്കും we will be getting. So which is equal to minus AX. So ഈ ഒരു കേസിൽ we have E0 divided by eta e raised to minus gamma z എന്ന് പറയുന്നതായിരിക്കും അസോസിയേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് ഇംപിഡൻസ് ആണ്. ഇൻട്രിൻസിക് ഇംപിഡൻസ് ആണ് ഈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, so which is a eta and gamma which is corresponding to the dielectric മീഡിയത്തിലുള്ള പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റും ഇൻട്രിൻസിക് ഇംപിഡൻസും ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഗാമയും അതുപോലെ തന്നെ ഈറ്റ എന്ന് പറയുന്നു. സോ നമ്മളൊരു നോർമൽ കേസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ലോസ്ലെസ് ഡയലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ, സോ നമ്മളിവിടെ എന്താണ് ജസ്റ്റ് അവിടെ കൺസിഡർ ചെയ്യുന്നത് ഗാമ ഈക്വൽ ടു, വി ജസ്റ്റ് കൺസിഡറിങ് ഓൺലി ഗാമ ഈക്വൽ ടു ജെ ബീറ്റ എന്ന് പറയുന്നത്. അതാണ് അവിടെ അറ്റൻവേഷൻ കോൺസ്റ്റന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഗാമ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെ ബീറ്റ എന്ന് എഴുതാം. ബീറ്റ ഇസ് എ ഫേസ് കോൺസ്റ്റന്റ്, സോ ഇറ്റ് ക്യാൻ ബി ഐദർ റിട്ടൺ ആസ് ജെ ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ. ഓക്കെ, അതുപോലെ തന്നെ ഈറ്റ ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്കറിയാം എന്താണ്? ഇറ്റ് വിൽ ബി റൂട്ട് മ്യൂ ബൈ എപ്സിലോൺ എന്ന് പറയുന്നതാണ് ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മളൊരു ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പാരലൽ പ്ലേറ്റിന്റെ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് പാരലൽ കണ്ടക്ടിങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ ഇതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എന്താണ്? ഒരു ഡയലക്ട്രിക് മീഡിയം ആണ്. സോ നമുക്കൊരു ഡയലക്ട്രിക് ഇന്റർഫേസിൽ ഫോർ എക്സാമ്പിൾ ഒരു വേവ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോട്ടം അടിച്ചുന്ന ടോപ്പിലേക്കാണ് ഇൻസിഡന്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വേവ് ഇൻസിഡന്റ് ഫസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? അറ്റ് z is equal to 0 എന്ന് പറയുന്ന കേസിലാണ് അതിന്റെ ഫസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു d എന്ന് പറയുന്ന കേസിലാണ്. സോ നമുക്ക് y ഈക്വൽ ടു 0, y is equal to d എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കേസിൽ നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് ത്രൂ അലോങ് ദ ഈ ഒരു കണ്ടക്ടർ ആണ്. സോ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർലി ആണ് ഇൻസിഡന്റ് ചെയ്യുന്നത് എന്നുള്ള കേസ് ആണെങ്കിൽ, സോ വി ഹാവ് ദ ബൗണ്ടറി അറ്റ് ഡയലക്ട്രിക് ഇന്റർഫേസ് എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും? So we can observe a dielectric interface at, so we have a dielectric interface at y is equal to 0 and y is equal to d എന്ന് പറയുന്ന രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയലക്ട്രിക് ഇന്റർഫേസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അറ്റ് y is equal to 0, y is equal to d എന്ന് പറയുന്ന കേസിൽ we have et will be, the transmission value will be equal to, et will be equal to which is equal to 0. അതുപോലെ തന്നെ hn എന്ന് പറയുന്നത് the normal corresponding to that which will be equal to 0. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഈ ഒരു et will be 0 അതുപോലെ തന്നെ hn will be 0 ആവുന്നത്? നമുക്കറിയാം ഈ ഒരു കേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് will be getting ex will be equal to ez will be equal to 0 and hy will be also equal to എന്താണ്? ഈ കറസ്പോണ്ടിങ് കേസിൽ നമുക്ക് will having it will be 0. ഓക്കെ, സോ സിമിലർലി നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻ്റെ കേസിൽ നമ്മൾ രണ്ട് പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്നായിരിക്കാം. ഓക്കെ, ലെറ്റ് കീപ് ഇറ്റ് ദിസ് ഫോർ സം ഡിസ്കഷൻ. ഓക്കെ, ഇത് നമുക്ക് ഫൈനലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവമാണ്.
സോ നമുക്ക് എന്താണ് ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി Et will equal to 0, Hn will be equal to 0 എന്ന് കിട്ടി. So which is because Ex equal to Ez equal to 0 and Hy equal to 0 എന്ന് പറയുന്ന കേസിലാണ്. സോ ഇനി നമ്മൾ നമുക്കറിയാം രണ്ട് കണ്ടീഷനാണ് നമുക്കുള്ളത്. അറ്റ് y is equal to 0 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോവർ പ്ലേറ്റ് കൺസിഡർ ചെയ്യുന്ന കേസാണ്. സോ ആ ഒരു ഫിഗർ നിങ്ങൾ ഓർത്താൽ അറിയാം, ലോവർ പ്ലേറ്റ് വേർ an ഈക്വൽ ടു എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു ay. സോ നമുക്കറിയാം മാക്സ്വെൽ ഇക്വേഷൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ay എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ay ഡോട്ട് d വിൽ ബി ഈക്വൽ, d എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വിച്ച് ഈസ് ഈക്വൽ ടു റോ എസ് എൽ. ഓക്കെ, സൈഡ് ലോവർ എന്ന് പറയുന്ന കേസാണ്. ഓർ നമുക്ക് ഇതർ എങ്ങനെ എഴുതാൻ പറ്റും, റോ എസ് എൽ എന്ന് പറഞ്ഞാൽ, റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ഡെൻസിറ്റി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ വൈ എന്ന് കിട്ടും, which is equal to epsilon E0 e raised to minus j beta z എന്ന് വരും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ കേളിൻ്റെ ഓപ്പറേഷൻ ay ക്രോസ് h എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് JSL, അതായത് കറണ്ട് ഡെൻസിറ്റിൻ്റെ ടേമിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും, which is equal to JSL will be equal to minus AZ HX, which is equal to AZ E0 divided by eta e raised to minus j beta z എന്ന് വരും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ അറ്റ് y is equal to d എന്ന് പറയുന്ന കേസിൽ നമുക്കറിയാം അപ്പർ പ്ലേറ്റുമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക്, ഡയറക്ട്രിക് ഇൻ്റർഫേസ് ആണ് നമുക്കുള്ളത്. സോ വിച്ച് ഇസ് ആ കേസിലും an will be equal to minus ay. ഓക്കെ, സോ മൈനസ് ay dot d will be equal to rho sb, rho su, so that is side upper എന്ന് പറയുന്നത്. So or rho su equal to minus epsilon ey, which is equal to minus epsilon e0 e raised to minus j beta z എന്ന് വരും. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസോസിയേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ചെയ്താണെങ്കിൽ, സോ വിൽ ബി ഗെറ്റിംഗ് associated magnetic field will be having minus ay cross h will be equal to jsu, or jsu equal to minus az hx എന്ന് വരും, which is equal to minus az e0 by eta e raised to minus j beta z. ഓക്കെ, സോ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, which is actually satisfying the indicate that surface charge and surface current are on the conducting plane which is vary sinusoidally with എന്താണ് z ആണ്, as do ey and hx. നമുക്ക് എന്താണ് കിട്ടുന്നത്, സർഫസ് കറണ്ടും അതുപോലെ തന്നെ സർഫസ് ചാർജും, ഇത് രണ്ടും എന്താണ് സിനുസോയിഡലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു സെഡിന് എന്ത് വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇ വൈ എന്ന് എച്ച് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി ഇറ്റ്സ് എ സിനുസോയിഡലി വാരിയിങ് വൺ. നമുക്ക് എന്താണ് ഇവിടെ റോ എസ് യു എന്ന് പറയുന്നത് എന്താണ്, സർഫസ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, സർഫസ് ചാർജ് എന്ന് പറയാം. ആൻഡ് ജെ എസ് യു എന്ന് പറയുന്നത് എന്താണ്, സർഫസ് കറണ്ട് എന്നും പറയാം. സോ വിച്ച് ഈസ് ആക്ച്വലി എന്താണ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദ direction of propagation, or we can say with respect to z എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്കറിയാം നമ്മൾ ഓൾറെഡി എച്ചിന്റെ ടേമിൽ നമ്മൾ എന്ത് ചെയ്ത്, എച്ച് ഇ ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ഇ ഈക്വൽ ടു എ വൈ ഇ വൈ എന്ന് എഴുതി. അത് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാക്സ്വെൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നോർമലി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ്റെ മാക്സ്വെല്ലിൻ്റെ എന്ത് ചെയ്യാം, മാക്സ്വെല്ലിൻ്റെ ടു കേൾ ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ, if you take Maxwell equations, curl equations, ഏതൊക്കെയാണ് കേൾ ഇക്വേഷൻ, ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു, അതിൻ്റെ ഫേസർ ഫോം എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഫേസർ ഫോം. അതുപോലെ തന്നെ ഡെൽ ക്രോസ് എച്ച് വിൽ ബി ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇ ഈസ് ഈക്വൽ ടു എന്താണ്,
which is equal to ay ey എന്നാണ് അല്ലേ. അതുപോലെ തന്നെ h എന്ന് പറയുന്നത് എന്താണ് നമ്മളോട് പറഞ്ഞു, h is equal to ax hx ആണ് എന്നും പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഇക്വേഷന്റെ ഫോമിൽ നമ്മൾ ഇവിടെ ഈ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ay ey അതുപോലെ തന്നെ ax hx എന്ന് കൊടുക്കുകയാണെങ്കിൽ then we will be having that is del cross ay ey. Okay, if you get, then you will be getting the value that is dhy. Okay, dhy by dz will be equal to j omega mu h എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ന്റെ സ്ഥാനത്ത് ax hx എന്ന് കൊടുക്കുകയാണെങ്കിൽ we'll have del cross into ax hx, okay, which is equal to d hx divided by dz എന്നുണ്ടാവും, which is equal to j omega epsilon ey എന്ന് കിട്ടും. ഇവിടെ നമുക്ക് hx ആണ്, so which is ey എന്ന് കിട്ടും. ഓക്കെ, സോ ഓർഡിനറി നമ്മളിവിടെ എന്താണ് ex ey ന്റെയും hx ന്റെയും ഫോമിലാണ് എഴുതുന്നത്. സോ അതിനോണ്ടാണ് നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു ഓർഡിനറി പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കാതെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോ മോഡ്സിന്റെ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ എങ്ങനെയാണ് സർഫസ് ചാർജും സർഫസ് കറണ്ടും മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർഫസ് കറണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ആൻഡ് കറസ്പോണ്ടിംഗ്ലി ഇവിടെ സർഫസ് ചാർജ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിലൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം കറസ്പോണ്ടിംഗ്ലി അവിടെ ഉണ്ടാകുന്ന സർഫസ് ചാർജിനാണ് ഈ പ്ലസ് അതുപോലെ തന്നെ ഈ മൈനസ് ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇന്റർഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് എ പോളറൈസേഷൻ വി ഏബിൾ ടു ഒബ്സർവ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്ലസ് എന്ന് പറയുന്ന വൺ സൈഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വേറെ പ്ലസ് ആണോ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോമ്പണന്റ് എന്ന് പറയുന്നതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ ഇലക്ട്രിക് ഫീൽഡ് ഹാവ്സ് എ നെഗറ്റീവ് ചാർജ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഹാവ്സ് എ പോസിറ്റീവ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്ന കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി മിനിമം, മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആവുന്ന കേസിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി മിനിമം. സിമിലർ കേസിൽ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടൊരു പാരലൽ പ്ലേറ്റ്, ഇതൊരു പാരലൽ പ്ലേറ്റ് എന്ത് ചെയ്യണം, ട്രാൻസ്മിഷൻ ലൈൻ ആണ്. സോ ഇതിന് അപ്പർ പ്ലേറ്റ് ആണ്, ഇത് അതിന്റെ ലോവർ പ്ലേറ്റ് ആണ്. സോ അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിന്റെയും ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ ഡയലക്ട്രിക് ഇന്റർഫേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഈ ഒരു കേസിൽ ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജിന്റെ ഒരു അക്യുമുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ സർഫസ് ചാർജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സർഫസ് ചാർജിന് കാരണം ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ സർഫസ് കറണ്ട് എന്ന് പറയുന്നത്. സോ സർഫസ് കറണ്ട് ഡയറക്ഷൻ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിലൂടെ കടന്നു പോകുമ്പം കറസ്പോണ്ടിംഗ്ലി നമുക്ക് കിട്ടുന്ന സർഫസ് ചാർജും ആ സർഫസ് ചാർജിൽ നിന്നുണ്ടാവുന്ന സർഫസ് കറണ്ടിന്റെ റെപ്രസെന്റേഷനും ആണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. സോ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഇവിടെ കിട്ടിയ എന്താണ്, ഡെൽ ക്രോസ് ay ey എന്ന് പറയുന്നത് which gives to j omega mu hx. അതുപോലെ തന്നെ dHx by dz എന്ന് പറയുന്നത് we are getting j omega epsilon ey എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ ഓക്കെ, സോ ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോ വി വിൽ ബി ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ഫ്രം, സോ ഇഫ് യു ഇന്റഗ്രേറ്റിംഗ് y ഫ്രം 0 to d, ഡിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ we have d by dz equal to 0 to d ey dy which is equal to j omega mu 0 to d hx dy എന്ന് കിട്ടും. ഓക്കെ, എന്താണ് ഈ 0 to d ey dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which can be written as എന്താണ്, which can be written as dvz. നമുക്കറിയാം ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ആണ്, വിച്ച് വി ഗെറ്റിംഗ് dz, ദാറ്റ് ഈസ് മൈനസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ജെ ഒമേഗ മ്യൂ
j omega mu js നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ jsu എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി വി ഹാവ് റെപ്രസെന്റഡ് ഇൻ ദാറ്റ് ഫോം jsu എന്ന് പറഞ്ഞത് ഇൻറ്റു d എന്ന് എഴുതാം ഓക്കെ സോ ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വാല്യൂ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ദ അപ്പർ ചാർജ് സർഫസ് ചാർജ് ആണ് വിൽ ബി ഗെറ്റിംഗ് സോ ഇഫ് യു ജസ്റ്റ് ട്രൈ ടു മേക്ക് ഇറ്റ് j omega mu ഓക്കെ j omega mu നെ ഞാൻ എടുത്തു ഇവിടെ നമുക്ക് d ഉണ്ട് സോ ഞാൻ d by w എന്ന് എഴുതി ഓക്കെ എന്താണ് ഇവിടെ w w വെച്ചിട്ട് ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബേസിക്കലി jsu of z into w ഉണ്ടാവും ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു കോമ്പണന്റ് എടുത്തു ഒരു w w എടുത്ത് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ സോ വിച്ച് ഗിവിംഗ് റൈസ് ടു എന്താണ് മൈനസ് dv ഓഫ് z ഓക്കെ dv ഓഫ് z dz which is equal to പ്ലസ് ആണ് j ഒമേഗ ഇതിന് നമ്മൾ എന്താ പറയാ mu d by d ഒമേഗ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു L എന്ന് പറയുന്നു L means inductance which is I of z അതായത് jsu of z into w എന്ന് പറയുന്നത് എന്താണ് which is giving rise to current ആണ് ഓക്കെ സോ v of z എന്ന് പറയുന്നത് അതായത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് which is minus 0 to d 0 to d ey dy അവിടെയാണ് നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് സോ ദാറ്റ് ഈസ് മൈനസ് ey ഓഫ് z d ആണ് ഓക്കെ അതുപോലെ തന്നെ I ഓഫ് z എന്ന് പറയുന്നത് എന്താണ് സോ v ഓഫ് z എന്ന് പറയുന്നത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബേസിക്കലി v ഓഫ് z എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓക്കെ സോ അപ്പർ ആൻഡ് ലോവർ പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ബേസിക്കലി v ഓഫ് z ഡിനോട്ട് ചെയ്യുന്നത് സോ I ഓഫ് z എന്ന് പറയുന്നത് കറണ്ട് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് which is jsu of z into the width okay so അതോടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് പ്ലസ് z ഡയറക്ഷൻ കിട്ടും ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഇൻ പ്ലസ് z ഡയറക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക ഓക്കെ നമുക്ക് അത്രയും കിട്ടിയില്ലേ സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം സോ വി ഹാവ് പ്ലസ് z ഡയറക്ഷനിലുള്ള കറണ്ട് കിട്ടി then L എന്ന് പറയുന്നത് എന്താണ് L is equal to mu d by omega d എന്ന് പറയുന്നത് എന്താണ് ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഒമേഗ എന്ന് ഒമേഗ എന്ന് ഞാൻ പറയുന്നത് അല്ലേ സോ വിച്ച് ഇസ് ആക്ച്വലി w ഓക്കെ ദിസ് ഇസ് നോട്ട് ഒമേഗ ദിസ് ഇസ് w ഓക്കെ w എന്ന് പറയുന്നത് എന്താണ് വിഡ്ത്ത് ആണ് സോ വിച്ച് ഇസ് ആക്ച്വലി ഗിവിംഗ് ദ ഇൻഡക്റ്റൻസ് സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്റർ ആണ് സോ L എന്ന് പറയുന്നത് എന്താണ് ഇൻഡക്റ്റൻസ് per unit length ആണ് okay inductance per unit length of a transmission of a parallel plate transmission line okay so similarly നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും d by dz of integration എന്ത് ചെയ്യാൻ പറ്റും over d എന്ന് പറയുന്നത് with respect to x ന്റെ കേസിൽ d by dz of 0 to d അല്ല 0 to w we have hx dx we can take it off which is j omega epsilon 0 to w ey dx എന്ന് കിട്ടും okay then we have minus d background ചിലപ്പോൾ നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് മാത്രം നോക്കാം diz of dz which is equal to minus j omega epsilon ey of z w okay ഇത് ഒമേഗയാണ് ഈ സാധനം ഒമേഗയാണ് ഇത് w ആണ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല w which is equal to j omega നമ്മൾ ഇതിൽ എന്ത് ചെയ്തു epsilon epsilon w by d into minus ey of z d എന്ന് എഴുതി ഓക്കെ ey of z d എന്നാണ് ഇവിടെ നമ്മൾ w ന്റെ ടേം എന്ത് ചെയ്തു എടുത്ത് എഴുതി സോ വിച്ച് ഇസ് ഈക്വൽ ടു j omega c v of z d okay
CV of Z, where C എന്ന് പറഞ്ഞാൽ എന്താണ്? C equal to epsilon W by D. W ആണ്, W by epsilon W by D, which is in the unit of Faraday per meter. Okay, Faraday per meter ആണ് നമുക്ക് capacitance. So C എന്ന് പറയുന്നത് എന്താണ്? Capacitance per unit length. Okay, per unit length ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. Okay, ഒരു per unit ലെങ്ത്തിലുള്ള പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം എന്തൊക്കെ ഡിസ്കഷൻസ് ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്? സോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഞാനൊന്ന് എടുത്ത് ചെയ്താണെങ്കിൽ, സോ വിൽ ഹാവ് മൈനസ് dV ഓഫ് Z, dV ഓഫ് dZ by dZ is equal to എന്താണ്? J omega Li ഓഫ് Z, അതുപോലെ തന്നെ di of Z minus di of dz is equal to എന്താണ്? which is equal to J omega CV of Z എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ, സോ ഈ ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ, സോ വിൽ ഹാവ് d square V of Z divided by dz square, which is equal to minus omega square LC V of Z. okay, അതുപോലെ തന്നെ d square I of Z will be by dz square, which is equal to minus omega square LCI of Z എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് നേരെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. സോ വേർ C എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞു? C ഈക്വൽ ടു നമ്മൾ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ കേസിൽ W by D ആണ്. L എന്ന് പറയുന്നത് എന്താണ്? mu D by W ആണ്. ഓക്കെ, സിയും എല്ലും എന്ന് പറഞ്ഞു ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്തും കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്തും പറഞ്ഞു. സോ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് Z ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും V of Z എന്ന് പറയുന്നത് which is equal to എന്താണ്? V0 e raised to minus j beta Z ആയിരിക്കും. അതുപോലെ തന്നെ I of Z എന്ന് പറയുന്നത് സൊല്യൂഷൻ വിൽ ബി I0 e raised to minus j beta Z എന്ന് കിട്ടും. ഓക്കെ, സോ അതുപോലെ തന്നെ അതിന്റെ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? which is equal to a phase constant which is root LC എന്ന് എഴുതാം, which is equal to omega root mu epsilon എന്ന് പറയുന്നത്. ഓക്കെ, സോ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് കോൺസ്റ്റന്റ് ആണ്, ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഫേസ് കോൺസ്റ്റന്റ് ബീറ്റ ഈക്വൽ ടു ഒമേഗ റൂട്ട് LC which is equal to omega root mu epsilon. സോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റാഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും V0 and I0 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രിൻസിക് ഇംപെഡൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഇംപെഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇംപെഡൻസ് വിൽ ബി എന്ന് Z0 എന്ന് പറയുന്നത് എന്താണ്? Z0 വിൽ ബി ഈക്വൽ ടു നമുക്കറിയാം V of Z divided by I of Z എന്നെടുക്കാം, which is equal to V0 by I0 which is equal to root L by C എന്ന് കിട്ടും. ഓക്കെ, സോ which becomes നമുക്ക് എന്ത് പറയാൻ പറ്റും? Z0 എന്ന് പറയുന്നത് എന്താണ്? Z0 equal to which is equal to D by W. ഓക്കെ, root mu by epsilon എന്ന് എഴുതാൻ സാധിക്കും, which is equal to D by W into eta എന്ന് എഴുതാം. ഓക്കെ, നമ്മളെങ്ങനെ എഴുതിയ എല്ലിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ എഴുതിയ പോലെ L is equal to mu D by W, അതുപോലെ തന്നെ C equal to epsilon W by
D. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ നമുക്ക് Z0 equal to ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഇംപെഡൻസ് can be written as Z0 equal to V of Z divided by I of Z, which is equal to V0 by I0 root L C. ഇംപെഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു AC സർക്യൂട്ടിലെ ഇംപെഡൻസ് എന്ന് പറയുന്നത് which is DC സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് സമാനമായിട്ടുള്ള കേസാണ്. സോ ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ഇതിന് Z0 എന്ന് പറയുന്നത് നമ്മളതിനെ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറയാം. സോ നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനുള്ള നമ്മുടെ ഡിസ്കഷന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഒരു കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഡിസ്കഷനിലേക്ക് മാറ്റി. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡിഫറെന്റ് കോമ്പണൻസിന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. സോ ഇനി ഇവിടുത്തെ പ്രൊപ്പഗേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? UP എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫേസ് വെലോസിറ്റി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ BT ആണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു, which by 1 by root LC ആയിരിക്കും നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുക, which is equal to 1 by root mu epsilon E എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? ഒരു ഡയലക്ട്രിക് മീഡിയത്തിലുള്ള ഫേസ് വെലോസിറ്റിന്റെ സമാനമായിട്ടുള്ള വെലോസിറ്റി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെയും വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, velocity of propagation we are getting the same like in dielectric medium. So velocity of propagation എന്ന് പറയുന്നത് which is equal to omega by beta, which is equal to 1 by root LC എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറയുന്ന ഈ ഒരു കേസിൽ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ അതിന്റെ characteristic impedance is equal to the ratio between the thickness and the width into intrinsic impedance എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത്രയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു ലോസി പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണെങ്കിൽ, അതുപോലെ തന്നെ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണെങ്കിൽ അതിന്റെ ഡിസ്കഷൻസിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡീറ്റെയിൽഡ് ആയിട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഇൻട്രൊഡക്ഷന്റെ ഭാഗം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം നോക്കാം. അതുപോലെ തന്നെ ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് along a parallel plate ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഡിഫറെന്റ് ഫോർമുലേഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ ഫോർമുലേഷൻസ് എങ്ങനെ വരുന്നത്? നമ്മൾ ബൈപോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു വേവിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം അവിടെ എന്തായിരുന്നു? മാഗ്നറ്റിക് പോളറൈസേഷൻ ഈസ് along എക്സ് ആക്സിസ് ആണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ആ ഡിഫറെന്റ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ആ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ദെൻ നമ്മൾ മാക്സ്വെൽസിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഡെൽ ക്രോസ് E ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഡെൽ ക്രോസ് H എന്ന് പറയുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന്റെ ആ ഫോർമുലേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബൈപോളറൈസ്ഡ് വേവും അതുപോലെ തന്നെ എക്സ്പോളറൈസ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് വേവിന്റെ കോമ്പണൻസ് നമ്മൾ അതിൽ കൊടുത്തിട്ട് അത് നമ്മൾ ഇന്റഗ്രേറ്റ് അലോങ് എന്ത് ചെയ്തു? ആ ചെറിയ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു 0 to D എന്ന് പറയുന്നത്. ദെൻ we able to get a form which is corresponding to ഇൻഡക്റ്റൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് D by W into mu എന്ന് പറയുന്ന ഇൻഡക്റ്റൻസിന്റെ വാല്യൂ C equal to epsilon W by D എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഒരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻസിലൂടെയുള്ള ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമുക്ക് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കോമ്പണൻസിന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാനും അത് ഡിസ്കസ് ചെയ്യാനും വേണ്ടി നമുക്ക് സാധിച്ചു. ഫൈനലി അതിന്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റിയും ഇൻട്രിൻസിക് ഇംപെഡൻസും നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തുടർന്നുള്ള ഭാഗം വളരെ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.